ഇൻഡസ് വാലി വാർഷിക റിപ്പോർട്ട് മോദിയുടെ കസേര ഇളക്കുന്നു. മൂന്നാം ഊഴത്തിൽ ഈ പോക്ക് പോയാൽ അധികകാലം ഇനി ഭരണത്തിൽ തുടരാൻ സാധിക്കില്ല. അതുമാത്രവുമല്ല, ബീഹാറിൽ BJPക്കും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തിളങ്ങിയതുപോലെ തിളങ്ങാനും സാധിക്കില്ല. അതിനെല്ലാം അപ്പുറത്ത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 അംഗ സീറ്റിൽ 74 സീറ്റുമായിട്ടാണ് ബീഹാറിൽ RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. നിതീഷിന്റെ JDUവിന് ആകെ ലഭിച്ചത് 43 സീറ്റും. തുടർന്ന് 74 സീറ്റ് നേടിയ BJPയുമായി കൈകോർത്ത് ഭരണത്തിലേറുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന് 10 സീറ്റുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത്. പിന്നീട് BJPയുമായി ഇടഞ്ഞ് നിതീഷ് RJDയുമായി കൈകോർത്ത് ഭരണത്തിലേറി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആ സഖ്യം അവസാനിപ്പിച്ച് NDAയിലേക്ക് വീണ്ടും ചേക്കേറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിതീഷിന്റെ മാർജിൻ ഇടിഞ്ഞു എന്ന സർവേ കൂടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുകയും RJD കരുത്തു കാട്ടുകയും ചെയ്താൽ ഒരു പക്ഷേ ഇന്നലെ വരെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന നിതീഷ് ഒരു ചാൻസ് കിട്ടിയാൽ വീണ്ടും ഇതേ മുന്നണിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ BJPക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി റിപ്പോർട്ട് മോദിക്ക് അത്ര ഗുണകരമല്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ സമ്പന്നർ അതിസമ്പന്നരും ദരിദ്രർ അതിദരിദ്രരുമായി തീരാൻ കാരണം കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണമാണ്. അത് തീർത്തും വരും തെരഞ്ഞെടുപ്പിൽ BJPയെ തകർക്കാൻ സാധ്യതയുണ്ട്. അവിടെ അട്ടിമറി മാത്രമേ BJPക്ക് നിലനിൽക്കാനുള്ള ഒരു പോംവഴി. ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ വാങ്ങൽ ശേഷിയിൽ ഉയർന്നു നിൽക്കുന്ന 10% ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെന്നും എന്നാൽ ഇവർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്ത് ആകെയുള്ള സമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നും അത് സ്തംഭിച്ചു നിൽക്കുന്നൊരവസ്ഥയുമാണ്. എന്നാൽ ജനസംഖ്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചെലവഴിക്കലുകൾ ജാഗ്രതയോടെയാണുള്ളത് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അടുത്തിടെയാണ് 300 ദശലക്ഷം വരുന്ന ഈ വിഭാഗം കൂടുതൽ ചെലവഴിക്കാൻ തുടങ്ങിയതെന്നും റിപ്പോർട്ട് പറയുന്നു. ഉപഭോഗശേഷിയിൽ മാത്രമല്ല, വലിയൊരു വിഭാഗം ഇന്ത്യക്കാരുടെ സമ്പാദ്യശീലത്തിലും കുത്തനെ കുറവുണ്ടായതായും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളുടെ കടബാധ്യതയിലും കുതിച്ചുചാട്ടം ഉണ്ടായതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി സാരമായി ബാധിക്കുമ്പോൾ താഴേക്കാണ് ഈ വികസിക്കാൻ പോകുന്ന രാജ്യം പോകുന്നത് എന്ന തിരിച്ചറിവ് കൂടി ഈ റിപ്പോർട്ട് നൽകുമ്പോൾ അത് മോദിക്ക് ഒട്ടും നല്ലതിനല്ല.